സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. അങ്ങനെ നമ്മൾ ലോറ ആൻറ്റിയുടെ ഫാമിലിക്ക് എത്തിയിരിക്കുകയാണ്. ലോറ ആൻറ്റിയുടെ ഫാമിലിക്ക് കയറിപ്പോകുന്ന വഴിയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയെല്ലാം മൊത്തത്തിൽ തെങ്ങും ബാക്കിയുള്ള സംഭവങ്ങളും. ഇത് ഫുള്ളൊരു അഗ്രികൾച്ചറൽ ഏരിയ ആണ്. ലോറ ആൻറ്റി കമ്മിങ്. കൂട്ടത്തിലൊരു പട്ടിയുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ലോറ ആൻറ്റി. ലോറ ആൻറ്റി പാലക്കാരിയാണ്. 50 വർഷമായി ഇവിടെ അമേരിക്കയിൽ വന്നിട്ട്. 50 ഹാഫ് സെഞ്ചുറി അടിച്ചു അല്ലേ? അപ്പോൾ ലോറ ആൻറ്റിയുടെ 12 ഏക്കർ വരുന്ന ആ ഒരു പൂന്തോട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പൂന്തോട്ടം എന്ന് പറയാൻ പറ്റുമോ? പൂന്തോട്ടത്തിൽ ഉപരിയായിട്ട് എന്താണ് പറയാൻ പറ്റുക? 12 ഏക്കർ വരുന്ന ഒരു ഫാം. നമ്മളിവിടെ ഫാം എന്നാ പറയുന്നത്. പിന്നെ നമ്മള് എല്ലാം ഉണ്ട്. പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്, സ്പൈസ് ഉണ്ട്, പിന്നെ മരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാത്തരം സാധനങ്ങളും, ഓർണമെന്റിലും ഉണ്ട്. പട്ടിയുണ്ട്. കേറി വന്നപ്പോ നമുക്ക് മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മയിലുണ്ട്, കോഴിയുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ചേച്ചിയുടെ മോനും കൂടെയാണോ ഇവിടെ താമസിക്കുന്നത്? ആക്ച്വലി സിറിൽ ഇപ്പം വന്നതായി. വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന കൊറോണ വന്നു കഴിഞ്ഞുള്ള വന്നപ്പം വന്നതാ. അല്ലെങ്കിൽ ഐ എം ഓൾവേസ് ഓൺലി ബൈ മൈസെൽഫ്. ഒറ്റയ്ക്കാ? അത് ശരി, അടിപൊളി. ഈ 12 ഏക്കറിൽ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും സോ യു ഹാവ് സംവൺ ടു സപ്പോർട്ട് യു? സ്റ്റാഫ് ഒക്കെ ഉണ്ടോ? സ്റ്റാഫ് ചിലപ്പോ ഒരാൾ കാണും, ചിലപ്പോ 2 പേര്. മെയിൻ സ്റ്റാഫ് ഞാനാണെല്ലാം. എന്റെ തോട്ടത്തിൽ ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ട അല്ലേ? എല്ലാം ഞാൻ തന്നെയാണല്ലേ? എന്തായാലും ഭയങ്കര അങ്ങനെയല്ല. അത് എങ്ങനെ ചെയ്യണം എങ്ങനെ എന്നുള്ളത് ചെടികളൊക്കെ നമുക്കറിയാവുന്ന അവർക്കറിയത്തില്ല. അവരോട് പുല്ല് വെട്ടാൻ പറഞ്ഞാൽ അവര് പുല്ലായിട്ട് തോന്നുന്ന അവർക്ക് തോന്നുന്നെല്ലാം വെട്ടിക്കളയും. അപ്പൊ നമ്മൾ കൂട്ടത്തിൽ നിൽക്കണം, നോക്കണം, ട്രെയിൻ ചെയ്യണം. ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് ഇവിടെ എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് പോലെ ഫുള്ള് ഫാമുകളാണ് കാണുന്നത്. തെങ്ങുണ്ട്, പിന്നെ വാഴയുണ്ട്, അങ്ങനെ പല ടൈപ്പ്. ഈ സൗത്ത് ഫ്ലോറിഡ എന്ന് പറയുന്നതിന് ഒരു ഇൻവിസിബിൾ ഹോട്ട് ലൈൻ ഉണ്ട്. അത് ഫോർട്ട് ലോഡറിന്റെ താഴെയായിട്ടാ വരുന്നത്. ആ ഫോർട്ട് ലോഡറിലെ വെസ്റ്റ് പാം ബീച്ചിന്റെ അങ്ങോട്ട് ഇടയ്ക്ക്. അത് കഴിഞ്ഞുള്ളതെല്ലാം തനി കേരള ക്ലൈമറ്റാ. അപ്പൊ കേരള ക്ലൈമറ്റ് ആണെങ്കിലും സോയിൽ കേരള അല്ല, ഇവിടുത്തെ ആൽക്കലൈൻ സോയില. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പിടിക്കും, എക്സെപ്റ്റ് ആഞ്ഞിലി. കടപ്ലാവ് ഇപ്പം പിടിക്കുന്നുണ്ട്. കടപ്ലാവ് നേരത്തെ ഭയങ്കര പാടായിരുന്നു. ആഞ്ഞിലി പിന്നെ റംബുട്ടാൻ ഒന്നും പിടിക്കില്ല. ബാക്കി നമ്മുടെ എല്ലാ സാധനങ്ങളും കിട്ടും. ചേനയൊക്കെ കിട്ടുമോ? അയ്യോ, ചേന ഇവിടെ ഇപ്പൊ എത്ര ഇഷ്ടംപോലുണ്ട്. അപ്പൊ നമുക്ക് ഫാമിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ എന്തായാലും ലോറ ആന്റിയെ കാണണം എന്നുള്ളത് കുറെ നാളായിട്ടുള്ള ഒരു പ്ലാനിങ്. ചേമ്പ്, കാച്ചില് 4-5 വെറൈറ്റി, അതായത് പർപ്പിള്, യെല്ലോ, വൈറ്റ്, പർപ്പിൾ ഇത്രയും കാച്ചില്. പിന്നെ അടതാപ്പ്, എല്ലാ സാധനങ്ങളും എല്ലാം ഏത് യു ക്യാൻ ഫൈൻഡ് എനിവെയർ ഷുഡ് ബി ഹിയർ. ഈ ഫാം തുടങ്ങി എത്ര വർഷമായി? പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ 2009 പോലും ആയിരിക്കും. 2009. അപ്പൊ ഇതിനു മുമ്പ് ഇത് വെറും പ്ലെയിൻ ലാൻഡ് ആയിരുന്നോ? അയ്യോ ഇല്ല, ഈ വീടിനേക്കാളും പൊക്കത്തി കാട് പിടിച്ച സ്ഥലമായിരുന്നോ? അപ്പൊ അപ്പുറത്തൊക്കെ നമുക്ക് മറ്റേ സോളാർ പാടങ്ങളാണല്ലോ കാണാൻ സാധിക്കുന്നത്. അതൊക്കെ ഇപ്പം വന്നതാന്നേ. അപ്പൊ അതിനു മുമ്പ് അവിടെയും കാടായിരുന്നു? അല്ല, അവിടെ ഫാമുകളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അമേരിക്കയിലോട്ട് വെജിറ്റബിൾ മെയിൻ സപ്ലൈ ഇവിടുന്നാ വരുന്നത്. അപ്പം സുക്കീനി, സ്ക്വാഷ്, വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക എല്ലാം ഈ ഏരിയയിലുണ്ട്. പേരയ്ക്ക, ഇങ്ങനെയുള്ളത്. അപ്പം അങ്ങനെയാ. പക്ഷെ ഇത് മാത്രം കാട് പിടിച്ച് കിടന്ന ഒരു പ്ലോട്ടായിരുന്നു. ഇതൊരു ആക്ച്വലി ഒരു ഡ്രഗിന്റെ ഡീലിങ്സിന്റെ സ്ഥലമായിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മളെടുത്തിട്ട് വെജിറ്റബിൾ ഡീലിങ്സിന്റെ സ്ഥലമാക്കി അല്ലേ? വെജിറ്റബിൾ അല്ല, ഫ്രൂട്ട് ട്രീസ് അല്ല, ഫ്ലവർ ട്രീസ്. ഇതുണ്ടോ? ഇത് നാട്ടിലെ ഇതെന്നാ നാട്ടിൽ പറയുന്നത്? ഇതിനെന്താ പറയുന്നത്? എനിക്ക് അറിയില്ല എന്താന്ന്. ഇത് ഇവിടെ ട്രീ ജാസ്മിൻ എന്നാ പറയുന്നത്. ട്രീ ജാസ്മിൻ. എന്തായാലും നമുക്ക് പോവാം. നമ്മൾ നടന്ന് തന്നെ പോയി കാണുമല്ലേ? നടക്കുമല്ലേ ബെറ്റർ? പിന്നല്ലാതെ നമുക്ക് പോവാം. ഞാനുണ്ട്, ലോറാൻറ്റി ഉണ്ട്, അച്ചായനും ഉണ്ട്, എല്ലാരും ഉണ്ട്. അച്ചായൻ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന അച്ചായൻ. എനിക്ക് വേറെ ഒന്നും വിളിക്കുന്ന ഇഷ്ടമല്ല. 3 വർഷം മുമ്പ് കേരളത്തിൽ പോയപ്പോ കൊണ്ടുവന്ന ഇത് ഓർക്കുന്നുണ്ടോ? അല്ല, കൊന്നപ്പോലെ ഇത് കൊന്നയല്ല. പിന്നെ നമ്മുടെ ഈ റോഡിന്റെ ഒക്കെ നടുക്ക് ചെറിയ മരമായിട്ട് നിന്നിട്ട് പൂക്കളുണ്ടാകുന്ന. ഇതിപ്പോ നിറച്ചു പൂവ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ പല രാജ്യങ്ങളിൽ നിന്ന് ഈ ഫ്രൂട്ട്സും ഇങ്ങനത്തെ സാധനങ്ങളും സീഡ്സ് ഒക്കെ കൊണ്ടുവരുന്നത് ലീഗലി പറ്റുന്ന പരിപാടിയാണോ? എനിക്കൊരു പെർമിറ്റ് ഉണ്ട്. പെർമിറ്റ് വേണം? ഉണ്ടായിരുന്നു. ഇപ്പൊ ചെയ്യാറില്ല. എനിക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എവിടുന്ന് വേണേലും കൊണ്ടുവരായിരുന്നു. ആണല്ലേ? 33 രാജ്യങ്ങൾ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. കനകാംബരത്തിന്റെ വേറൊരു വെറൈറ്റി.
ഇത് കേരളത്തിലുള്ള ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ കൊങ്ങിണി, മൂന്നാറിലൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കൊങ്ങിണി അല്ലെങ്കിൽ ശവന്നാറിപ്പൂ എന്നൊക്കെ പറയും. അങ്ങനെ പല സ്ഥലങ്ങൾ. ചേച്ചി ശരിക്കും പാലയല്ലേ സ്ഥലം? ശരിക്കും പാല. ഞാൻ പാല സെന്റ് മേരീസിൽ പഠിച്ചു, പാല അൽഫോൻസ കോളേജിൽ പഠിച്ചു. കൂടുതൽ പാല വേണം. ശരി, ഓക്കെ, വെരി ഗുഡ്. പാല കത്തോലിക്കരുടെ നാട്ടിൽ പഠിച്ചു. ഓക്കെ, അങ്ങനെയും പറയാം. ഇവിടെ ഇപ്പോ ഈ ഒരു എന്താ പറയാ ഫാമിൽ നിന്ന് ആർ യു മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്? ലൈക്ക് എങ്ങനെയാണ് ഇതൊരു വരുമാന മാർഗമായിട്ട് കാണുന്നുണ്ടോ? ഹോബി തിങ്. ജസ്റ്റ് ഹോബി. ഓക്കെ. വരുമാനം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ സ്പെഷ്യൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ അവക്കാഡോ പറിച്ചു വിറ്റു. അവക്കാഡോ പറിച്ചു വെക്കുന്നത് സ്പെഷ്യൽ എന്നാ പറയുന്നത് ഈ ഷെഫ്സിനാണ് അത് പോകുന്നത്. മയാമിയിലെ എക്സ്ക്ലൂസീവ് ഷെഫ്സിനാ പോകുന്നത്. ഇത് ലോങ്കാൻ എന്ന് പറഞ്ഞ ഒരു മരമാണ്. ഇപ്പം സീസൺ അല്ല. ഇത് ചന്ദനമാണ്. ചന്ദനോ? ശരി. ഇവിടെ ചന്ദനം നടന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലാണ് ചന്ദനം നട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരും ഉണ്ട്. അല്ല ഇപ്പം നമുക്ക് അവര് വന്ന് വെട്ടി മേടിച്ചോണ്ടൊക്കെ പോകും. പക്ഷെ ചന്ദനം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇത് തന്നെ ഇങ്ങനെ വരുന്നത്. ശരി, ഓക്കെ, ഓക്കെ. പിന്നെ തെങ്ങുണ്ട്. ഇത് ആക്ച്വലി ഈ ക്ലൈംബ് ചെയ്ത് കിടക്കുന്നതേ വള്ളിയായിട്ട് കിടക്കുന്ന ഒരു പൂവാ. ജെയ്ഡ് വൈൻ എന്ന് പറയും. എന്റെ പൂവിന് 5 അടി നീളം വരും. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ സീസൺ അല്ല. ശരിക്കും ഇങ്ങോട്ട് കേറി വന്നപ്പോഴേ നമ്മുടെ നാട്ടിലെ ഒരു പറമ്പിലോട്ട് കേറി പോകുന്ന ഒരു ഫീൽ ആയിരുന്നു. അതെ, ഇവിടെ വരുന്നവരെല്ലാം പറയുന്ന കേരളത്തിൽ കയറുന്ന. അതായത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ കാണുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ക്രോപ്പ് മാത്രം നട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിനും എനിക്കൊരു നാട്ടിലൊരു പറമ്പിൽ കയറി പോകുന്നൊരു ഫീൽ ആയിരുന്നു. ശരിയല്ലേ? ഇത് സീത രാവണം കട്ടോണ്ട് പോയിട്ട് അശോകമരത്തിന്റെ മരത്തിൽ കൊണ്ടുവരത്തില്ലേ, ആ അശോകമായത്. ഓക്കെ, അശോകമരം ആണോ? പിന്നെ നമ്മുടെ പുളിയുണ്ട്. അല്ല, സ്റ്റാർ ഫ്രൂട്ട്. ഇത് ശരിക്കും നമുക്കിത് പുളിയാണെന്നുണ്ടെങ്കിലും ഇതൊരു ശരിക്കും ഫ്രൂട്ടാണ് അല്ലേ? അല്ല, ഇതിനകത്ത് വെറൈറ്റി പലതുണ്ട്. ഇത് മധുരമുള്ള വെറൈറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ളതെല്ലാം പുളിയുള്ളതാ. എന്നിട്ട് നമ്മള് പന്നികൾ തിന്നുന്ന ഞാൻ കണ്ടിട്ടുള്ളത് നാട്ടില്. പക്ഷെ ഇവിടെ അത് ഭയങ്കര പോപ്പുലറാ. ഓക്കെ, ശരി. പിന്നെ ചക്കയൊക്കെ നിപ്പുണ്ടല്ലോ. ചക്ക ഇപ്പം എനിക്ക് ഓൾ ഇയർ റൗണ്ട് ചക്കയുണ്ട്. ഇപ്പൊ ചക്ക രണ്ടാമതുണ്ടായി വരുന്നതാ. എന്ന് പറഞ്ഞാ സെപ്റ്റംബർ തൊട്ട് സെപ്റ്റംബറായി എനിക്ക് ചക്ക ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പൊ സെപ്റ്റംബറിൽ ഇപ്പൊ ചക്ക ഉണ്ടായതായത്. നമ്മള് വരിക്ക നടുന്ന വരിക്കക്കുരു കുഴക്കുരു നോക്കിയില്ലേ, അങ്ങനെയാ നടുന്നത്. പ്ലാവിന്റെ പോളിനേഷൻ വിൻഡ് പോളിനേഷനാ. അതുകൊണ്ട് പ്ലാവ് നമ്മുടെ ഒരു സ്ക്വയർ മൈലിൽ ഒരു വേറെ പ്ലാവ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി നോർമലി കൂഴച്ചക്ക. പക്ഷേ നമ്മൾ ഒരു പോളിനേഷൻ നടന്നില്ലെങ്കിൽ കൂഴച്ചക്ക ഉണ്ടാകുന്ന പ്ലാവിൽ തന്നെ പരിചിച്ചൊക്കെ ഉണ്ടായി വരാം. അതുകൊണ്ട് പൂ നിലത്ത് കിടക്കുന്നുണ്ടോ? അതിങ്ങനെ ഇതിപ്പം നിങ്ങൾ വരുന്ന ഫോൾ സീസൺ അല്ലേ? ഫോൾ സീസണിൽ ഏറ്റവും കുറവ് ഫ്രൂട്ടും ഫ്ലവേഴ്സും കുറവുള്ള സമയമാണ്. ഇത് മുഴുവൻ ഈ വള്ളികൾ കാണുന്ന മുഴുവൻ ഈ വള്ളികളൊക്കെ അവിടെ കണ്ടില്ലേ, അതെല്ലാം പൂക്കളാ വരുന്നത്. ഇല്ല, വെറും ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന കായാണ് അത്. സോസേജ് ട്രീ, ആഫ്രിക്കൻ സോസേജ് ട്രീ എന്നാ പറയുന്നത്. സോസേജ് പോലെ ഐസ്ക്രീം ബീൻ ട്രീ എന്ന് പറയും. ഇത് സെൻട്രൽ അമേരിക്കൻ ഒരു ട്രീ ആണ്. ഇതില് നമ്മുടെ വാളരിപ്പയർ പോലെ നീളത്തിലൊരു കായ ഉണ്ടായിട്ട് അത് പൊളിച്ചു കഴിയുമ്പം സ്വീറ്റ് ആയിട്ട് മീൻസ് നമ്മൾ തിന്നുന്ന. നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് കടച്ചക്ക ഇപ്പൊ ഉണ്ടാവുന്നുണ്ടോ? കഴിഞ്ഞ വർഷം 10-30 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ കരീബിയനിൽ പോയപ്പോഴത്തേക്കും അവിടെ മൊത്തം കടച്ചക്കകളായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഒരു സീസണിലേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമുക്ക് ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടാവും. കരീബിയനിൽ ഇവിടെയൊക്കെ സെയിം വെതർ അല്ലേ? അല്ല, വ്യത്യാസമുണ്ട്. അങ്ങനെയല്ല, നമുക്ക് വെതറുകളുണ്ട്. ഈ നമ്മുടെ ഈ 23.5 ഇരിക്കുന്ന കേരളത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾ ഇയർ റൗണ്ട് കടച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ സീസൺ ഉണ്ട്. കാരണം തണുപ്പ് ഇങ്ങനെ 4 സീസൺസ് ഉള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം കായ്ക്കുള്ളൂ. അത് വേറൊരു ഒരു ഫ്ലവറിങ്. അതിന്റെ ഫണ്ണി തിങ് എന്നാന്നറിയാമോ? ഇവിടെ അത് ഈ കളറിൽ ഉണ്ടായാല് വേറൊരിടത്ത് വേറൊരു കളറിലാണ് ഉണ്ടാകുന്നത്. സെയിം ബ്രാഞ്ച് നിങ്ങൾ കൊണ്ടുപോയി കുത്തിയാല് ഒരിടത്തുണ്ടാകുന്നല്ല വേറൊരിടത്തുണ്ടാകുന്നത്. 150 എണ്ണെങ്കിലും കായ്ക്കുന്ന പ്ലാവുകൾ.
ഓക്കെ. ഇത് യൂക്കലിപ്റ്റസ് ട്രീയാ. ഇത് ഈ യൂക്കലിപ്റ്റസിന്റെ 7 കളർ വരും. കീവെസ്റ്റ് നിങ്ങൾ പോയെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടോ അവിടെ ചുമന്ന കളറിലൊക്കെ നിൽക്കുന്നത്? ശ്രദ്ധിച്ചില്ല. 7 കളർ. പീകോക്ക്, ഇതിന് പീകോക്ക് യൂക്കലിപ്റ്റസ് എന്നാ പറയുന്നത്. ആണോ? ഇതിൽ 7 കളർ വരും തടിയേല്. നല്ല ബ്രൈറ്റ് റെഡ് കളറൊക്കെ ആയിട്ട് വരും. തേങ്ങയൊക്കെ വെറുതെ കിടക്കുവാണല്ലോ. തേങ്ങ നമുക്ക് ഒരു സർട്ടൻ എമൗണ്ട് വരെ തേങ്ങ എടുക്കും. പക്ഷെ നമുക്ക് 10,000 തെങ്ങ് കാണും. അത് ശരി. ഓക്കെ. കണിക്കൊന്ന നമ്മുടെ നാട്ടിൽ ഒരു സമയത്തെ പൂക്കുള്ളൂ. ഇവിടെ കണിക്കൊന്ന പല പ്രാവശ്യം പൂക്കും. കണിക്കൊന്ന പല സ്ഥലത്തും എനിക്ക് തോന്നുന്നു എല്ലാ മാസവും പൂത്തു നിൽക്കുന്ന ഒരു ചെടിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കണ്ടപ്പോ ഇത് കണിക്കൊന്നയാ. ഓക്കെ. അതെ, കൊന്നയാണല്ലോ. അത് ഇവിടെ നിങ്ങൾ ഈ ഫാമിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടോ ഫാമേഴ്സിന്? സപ്പോർട്ട് ഉണ്ട്. പക്ഷെ കേരളത്തിലേക്കാളും കൂടുതൽ അമേരിക്കയില് ഈ ഫ്ലോറിഡ ഏരിയയില് ക്യൂബൻസും സ്പാനിഷ് കൾച്ചർ ആയതുകൊണ്ട് അവർക്ക് ബ്രൈബിംഗ് പരിപാടികൾ ഇവിടെയുണ്ട്. അതായത് ഈ സബ്സിഡി ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം അവിടെ പിന്നെ മയാമിയിലുള്ള ലോയേഴ്സും അതുപോലെയുള്ള ആൾക്കാരുടെ വീട്ടിലോട്ട് പോകും സബ്സിഡി. അവർക്ക് ഫാം എന്നാന്ന് പോലെ അവർ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഫാമിന്റെ സബ്സിഡി പോകുന്ന അവർക്ക് നമുക്കൊന്നും കിട്ടുകയില്ല. ഇതൊക്കെ തന്നെ ഉണ്ടല്ലേ? വെരി ഗുഡ്. ഒരു ലോയർ 14 മില്യൺ ആ മേടിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളി പരിപാടി. എല്ലാവരും മയാമിയിലോ എല്ലാം പിടിച്ചു ഫൈനലി. ചേച്ചി ഇത് ഒതളങ്ങയാണോ? അല്ലല്ലോ. ഇതെന്താ സംഭവം? എഗ് ഫ്രൂട്ട്, കാനിസ്റ്റൽ. ഇംഗ്ലീഷ് കാനിസ്റ്റൽ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ മുട്ടപ്പഴം എന്ന് പറയും. അത് അങ്ങോട്ട് പോയില്ലുമ്പോ ഞാൻ പറിച്ചത്. കഴിക്കുന്ന ഫ്രൂട്ടാ ഇത്? അതെ അതെ അതെ. കാണുമ്പോ ഒതളങ്ങ പോലെ ഉണ്ട്. അത് അതിന്റെ ആ വെറൈറ്റി ആയിട്ടാ. വേറെ വെറൈറ്റി വലിയ സൈസ് വലുതൊക്കെ ഉണ്ട്. ആണല്ലേ? ഇത് തന്നെ ഒരു 5-8-10 വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇങ്ങനെ കൊലകൊലയായിട്ട് കഴിച്ചു കിടക്കുന്ന ബ്ലാക്ക് സപ്പോർട്ട് അല്ലേ? ഇതിന്റെ ഇലയാണല്ലോ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത്. അല്ല, ചോക്ലേറ്റ് ഫ്രൂട്ട് എന്നാണ് അതിന് പറയുന്നത്. പഴുത്ത് കഴിയുമ്പോ ഈ കളറിൽ തന്നെ കറുത്ത പോലെ വരും. പക്ഷെ വന്നു കഴിയുമ്പം അത് മൂത്തോ നോക്കുന്ന ഇങ്ങനെയാ. ഇതിന്റെ ഈ സ്കെയിൽസ് പൊക്കത്തിലോട്ട് ഇങ്ങനെ വരണം, പൊങ്ങി. ഇതിപ്പോ താഴോട്ടല്ലേ ഇരിക്കുന്നേ, അതിങ്ങനെ പൊങ്ങി വരണം. നേരമാണ് നമ്മള് മൂത്തെന്നുള്ളത് മനസ്സിലാക്കുക. ഭയങ്കര വിലകൾ എന്തോ കട്ടയായിട്ട് ഉണ്ടാക്കി കിടക്കും. അങ്ങോട്ട് അല്ല, ആ പൊക്കത്തിലേക്ക് ഇവിടെ താഴെ വെയിലില്ലാത്തതുകൊണ്ടായി അധികം പിടിക്കാത്തത്. ഇതിന്റെ ഇലയിൽ ഒരു ഷൈനിങ്നെസ് ഉണ്ട്. നമ്മൾ ഈ ബാക്ക് പാക്കിലൊക്കെ ഒരു ലൈൻ ഇല്ലേ, നൈറ്റ് ഷൈൻ ചെയ്യുന്നത്, അതുപോലെ ഇത് ഷൈൻ ചെയ്യും രാത്രിയിലോ. അപ്പൊ നമ്മുടെ നാട്ടില് ഇതിന് വഴികാട്ടി എന്നാ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ പിടിച്ചോണ്ട് പോയാല് നമുക്ക് വഴി കണ്ടുപോകാം. ഇത് പക്ഷേ റിഫ്ലക്ടർ പോലെ അല്ലേ? ഞാൻ കാണിക്കാം. അപ്പുറത്തോട്ട് മാറും വേറെ. അത് മറ്റേ അതെന്താണത്? ഡ്രാഗൺ ഫ്രൂട്ട് ആണോ? അത് ഡ്രാഗൺ ഫ്രൂട്ട്. അത് ഇത്ര ഇങ്ങനെ നിൽക്കുന്ന ഇത്ര വലുതായിട്ട്? അത് മരത്തെ കയറി കിടക്കുമല്ലേ? മരത്തെ കയറ്റി വിട്ടിരിക്കുന്ന. അത് മുരിങ്ങയല്ലേ? അത് മുരിങ്ങയാ. മുരിങ്ങയില് ഡ്രാഗൺ ഫ്രൂട്ട് കയറ്റി വിട്ടിരിക്കുക. അത് കൊള്ളാലോ. കയറ്റി വിടുന്നൊന്നും അല്ലേ, കേറി പോകുന്നല്ലേ? അത് ശരി. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പോകുന്നു. ലോറ ആന്റി ശരിക്ക് ഇവിടെ എന്തായിരുന്നു? വാട്ട് വാസ് യുവർ പ്രൊഫഷൻ? എഞ്ചിനീയർ. എന്ത് ചെയ്യായിരുന്നു? ജോലി ചെയ്യായിരുന്നോ? മൈക്രോസോഫ്റ്റിലെ എഞ്ചിനീയർ ആയിരുന്നു, സീനിയർ എഞ്ചിനീയർ ആയിരുന്നു. അത് ശരി. IT ആണോ? സോ ഏത് വർഷം? 80-ല് കമ്പ്യൂട്ടർ PC സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ കയറിയ ആളാണ്. PC വന്നു, XT വന്നു, അത് കഴിഞ്ഞ് വിൻഡോസ് ഒക്കെ ഉണ്ടായി വന്നു. ഞാൻ OS/2 വർക്ക് ചെയ്തു. OS/2 എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എനിക്ക് എന്റെ ഓർമ്മയിൽ വിൻഡോസ് 95 ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡോസ്, വിൻഡോസ് 95, MS DOS കഴിഞ്ഞിട്ടേ. അതൊക്കെ ഇതിന് മുമ്പ് ഈ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് വരുന്ന സമയത്ത് OS/2 ആണ് വരുന്നത്. അതാണ് OS/2. DOS എന്ന് പറയുന്ന ബേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ നമ്മുടെ വലിയ ഇതിനായിട്ട് ഇപ്പം നമ്മുടെ ഫോർട്രാൻ അല്ലെങ്കിൽ C++ ഒക്കെ വരികയല്ലേ, അതൊക്കെ ഉള്ളതായിരുന്നു, അന്നത്തേതായിരുന്നു ഈ. പിന്നെ ശരി. അപ്പൊ പണ്ടത്തെ ഒരു പുലിയായിരുന്നു അല്ലേ? ഇപ്പോഴും പുലിയാ. ഇപ്പൊ പുലിയാണ്. പണ്ടൊരു പുലിയായിരുന്നു, ഇപ്പൊ കടുവയായി അല്ലേ? അപ്പോ അതാ വിൻഡോസ് 98 ഒരുമിച്ച് ജോലി ചെയ്തതാ. ആണോ? ശരി. അന്ന് പുള്ളി we are all same group, same everything, so അന്ന് കമ്പനി വലുതായില്ലല്ലോ. അതെ. എത്ര വർഷം ഉണ്ടായിരുന്നു മൈക്രോസോഫ്റ്റില്? 12 വർഷം. ഓക്കെ.
അത് കഴിഞ്ഞപ്പോൾ ടൂ മച്ച് പണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ലീവ് ചെയ്തു. ഞാൻ എപ്പോഴും മൈക്രോസോഫ്റ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരോട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു ചോദ്യമാണ്, ഈ നമ്മൾ ഈ വിൻഡോസ് ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ഈ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റീഫ്രഷ് അടിക്കുന്നത് എന്തിനാ അങ്ങനെ ഒരു സംഭവം? എല്ലാവരും നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയായിരുന്നല്ലോ. ആ ബട്ടൺ എന്തിനാ വെച്ചിരിക്കുന്നത് അറിയോ? റീഫ്രഷ് ബട്ടൺ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെറുതെ റീഫ്രഷ് അടിച്ചോണ്ടിരിക്കത്തില്ല. നിങ്ങൾ ചെയ്യുമായിരുന്നോ? പല ആൾക്കാരും ചെയ്തൊരു പരിപാടി. നിങ്ങൾ ചെയ്തിട്ടില്ലല്ലേ? ഓക്കെ ഓക്കെ. അല്ല നമ്മള് മാക്കിൻടോഷിന്റെ ആളാ. ഓ അത് ശരി, അവർ ആപ്പിളിന്റെ ആളാ, അപ്പൊ അവർക്ക് അറിയത്തില്ല. അത് ശരി, ഓക്കെ. എന്തായാലും അത് ഭയങ്കര ഒരു പുതിയൊരു എക്സ്ട്രീം അറിവായിരുന്നു. ഇവിടെ നെല്ലിയല്ലേ ഇത് നിൽക്കുന്നേ? ഇത് നെല്ലിക്ക ഉണ്ടല്ലോ, ഇത് നെല്ലിക്ക ഉണ്ടല്ലോ. ഞാനൊരു നെല്ലിക്ക പറിച്ചോട്ടെ? എനിക്ക് ഇച്ചിരി ആദ്യം കഴിച്ച് പിന്നെ മധുരിക്കണം. ഒരു നെല്ലിക്ക, കമോൺ. യെസ്, നെല്ലിക്ക ഉണ്ട്. പിന്നെ നമ്മളെ തേങ്ങ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ. ഇത് തേങ്ങയൊക്കെ ഉണ്ടായി തൂങ്ങി കിടക്കുക വെറുതെ. ഇച്ചിരൂടെ കളർ കാണുന്നില്ല നല്ല തേങ്ങ, ഒരു ശകലം കൂടെ ഫീൽ ചെയ്യുന്നില്ലേ? അടിപൊളി, നൈസ്. ഇത് ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബാക്ക് പാക്ക് ആരുടെ കണ്ട് ഞാൻ മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ ഈ വെള്ള വര വെച്ചിരിക്കുന്ന, ഒരു ഭംഗിയില്ല. അത് ഞാൻ നോക്കിയപ്പോൾ രാത്രി ഷൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ജിമിക്കി ചെമ്പരത്തി ആണോ? ഓക്കെ, ശരിയാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ചെമ്പരത്തി വേരിയന്റ് കാണുന്നത്. അതിങ്ങനെ തൂക്കി ചെവിയിലിടുന്ന ജിമിക്ക് പോലെ തന്നെയല്ലേ? അതെ, ജിമിക്കി ചെമ്പരത്തി. വാവ്, ഇത് കണ്ടോ? ചെവിയെ തൂക്കിയിടുന്നതുകൊണ്ട് ചെവിയെ വെക്കുന്നത് അല്ല, ഇത് കണ്ടോ? നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ചെവിയെ വെക്കുന്ന, നമ്മുടെ നാട്ടില് ചെമ്പരത്തി തൂക്കിയിട്ട വേറെ അർത്ഥങ്ങളൊക്കെ ആയി. അല്ല, പണ്ട് ചെമ്പരത്തിയാ ചെവിയെ വെക്കുന്ന ചെമ്പരത്തി. ഓ, ഇങ്ങനെ വെക്കുന്ന. ഇങ്ങനെ വെക്കുന്നല്ലേ? സോ പ്രിറ്റി. ഇതിന്റെ ഉള്ളിലേക്ക് അടിപൊളിയാണ്. നൈസ്. 1000 ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ ബനാന കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ ഇത്. പക്ഷെ ആയില്ല, അത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ മാത്രം ഇല്ല. അതാ ഇത് 1000 ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇതിങ്ങനെ ഉണ്ടായി. ഞാൻ കാണിക്കാൻ. ഓ, ഭയങ്കരമായിട്ടുണ്ടാവും. ഇത് നാടോട്ട് നീണ്ട് ഇവിടെ നിലം വരെ വരും. ഓ ഓ ഓ ഓ ഓ. ഇതിങ്ങനെ വിടർന്ന് വരുന്ന കണ്ടോ? അതിന് വിടർന്ന് ഈ നിലം വരെ ഇത്രയും നീളത്തിൽ കാ വരും. ഇത് പ്ലാന്റൈൻ ആണോ ബനാനയാണോ? ചെറുപഴമല്ലേ? ഫിംഗർ ബനാന എന്നാ ഇവിടെ പറയുന്നത്. ഫിംഗർ ബനാന. ഓക്കെ. കദളി അല്ലല്ലോ? അല്ലല്ല, കദളി വേറെയാ. കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. സെയിം നമ്മുടെ പൂവമ്പഴ പോലെയൊക്കെ തന്നെയാ ഇരിക്കുന്നത്. പക്ഷെ ഇതിനെ ഫണ്ണി വെച്ചത് എന്തിനാന്നറിയാമോ? ഇത് നിലം വരെ മുട്ടി വരുമ്പോ ഇത് കിടക്കുന്ന കാണുന്നത്. ചേച്ചി 50 വർഷമായില്ലേ ഇവിടെ ഇപ്പൊ അമേരിക്കയില്? നിങ്ങൾ വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് യു ഈറ്റ്? കേരള ഫുഡാണോ, ഇന്ത്യ ഫുഡാണോ ഇഷ്ടം, അതോ ഇവിടത്തെ ഫുഡാണോ ഇഷ്ടം? ഞാൻ തനി കേരള ഫുഡ്. ഐ ടോട്ട് ഇന്ത്യൻ കുക്കിംഗ് ഹിയർ 8 years. ശരി. ഇവിടെ കൗണ്ടിക്ക് കൗണ്ടിക്ക് വേണ്ടിട്ട് ഞാൻ ടീച്ച് ചെയ്ത ക്ലാസ്. ശരി. അപ്പൊ ഇന്ത്യൻ ഫുഡ് തന്നെയാ കഴിക്കുന്നത്? അല്ല, ഇന്ത്യൻ ഫുഡ് ചോറൊന്നും പറഞ്ഞ പരിപാടിയില്ല. ഇല്ല. ഞാൻ മീറ്റ്, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ് ആൻഡ് ഫിഷ്, ഫ്രൂട്ട്സ്. എനിക്ക് കാർബോഹൈഡ്രേറ്റ് ഉള്ള കപ്പ ഞാൻ കഴിക്കാറില്ല. കാച്ചിൽ ചേനയൊക്കെ കഴിക്കാറുണ്ട്. ഇടയ്ക്ക് എന്നിട്ടാ പറയുന്നത് കപ്പ ഒന്നും കഴിക്കത്തില്ല. അല്ല, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും? ഡു യു സെൽ ദിസ് ഓർ ഡു യു ഗിവ് ഇറ്റ് ടു സംവൺ? ഇതല്ല, നമ്മുടെ ടർക്കിയെ കട്ടുകൊണ്ട് പോയി. ഇവിടെ ടർക്കികളുണ്ടായിരുന്നു ഒത്തിരി, എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കട്ടുകൊണ്ട് പോയി. അങ്ങനെ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ടർക്കികൾ വന്നിട്ട് ഇത് മാന്തിയിട്ട് അവർ തന്നെ കാലുകൊണ്ട് മാന്തിയിട്ട് ഈ കപ്പ മുഴുവൻ തിന്നും. ഓ, അപ്പൊ ഇത് നിങ്ങൾ ഇത് സെല് ചെയ്യുന്നൊന്നുമില്ല ഇവിടെ ഉണ്ടാക്കുന്ന ഒന്നുമില്ല? കൊമേഴ്ഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും? ഫാം വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. മലയാളികൾക്ക് അങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ 2 ചക്ക മേടിക്കാനായിട്ട് വന്നാൽ നമ്മളതൊന്നും കൊടുക്കത്തില്ല. If you are visiting here and you want to buy some or take some, you can take some. But if you want to buy some big bunch you want to buy, you can buy. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണം. And you have to pay. Yes, you have to pay. പിന്നെ തീർച്ചയായും എന്റെ സമയത്തിന് ഞാൻ വില കൊടുക്കുന്നതല്ലേ അല്ലേ? പിന്നെ അത് എല്ലാരും വിചാരിക്കുന്ന ഇപ്പോഴും ചുമ്മാ കണ്ടിട്ട് പോകാന്ന് വിചാരിക്കും അല്ലേ? Amazing, you know, even now പൈസ ഉണ്ടെന്ന് കേൾക്കുമ്പോഴും മലയാളികൾ പിന്നെ കംപ്ലീറ്റ് അതിന് മുമ്പ് ഒരു 1000 ക്വസ്റ്റ്യൻ ചോദിച്ച് ഇങ്ങോട്ട് വരാനുള്ള എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ ഇങ്ങോട്ട് പറയും. ഇന്ന് രാവിലെ എന്നോട് ഒരാൾ ചോദിച്ചു, ഇങ്ങോട്ട് വരണം, ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഫ്ലോറിഡ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യണം. ഞാൻ ഉടനെ എഴുതി അയച്ചു $40 per person എന്നും പറഞ്ഞ് ഞാൻ എഴുതി അയച്ചു. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ പറയാ, ഞങ്ങൾക്ക് ചെറു ഫ്രൂട്ടൊക്കെ മേടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട, വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, ഐ എം നോട്ട് ഡൂയിങ് റീറ്റെയിൽ, യു കെൻ കം, യു കെൻ പേ ഫോർ and you can visit, you can take it. ഞാൻ പറഞ്ഞു. ശരി, ഓക്കേ, വെരി ഗുഡ്. ഇത് ആരാ ഇവിടെ ചേച്ചി ഹെൽപ്പ് ചെയ്യുന്ന ആളാ? അതെ, പിന്നെ അവർക്കൊന്നും അവരെ പണിക്കാരെന്നൊന്നും പറയുന്നത് ഇഷ്ടമില്ല. ഹെൽപ്പേഴ്സ് അല്ലേ? എന്നാലും ഇവിടെ തേങ്ങയൊക്കെ വെറുതെ നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തേങ്ങയൊന്നും ആരും, പുള്ളിയുടെ പോർഷയാണത്.
ആ പുള്ളി തേങ്ങ എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ. അത് ഒരാൾ 30 തേങ്ങ വേണം എന്റെ ഹോൾസെയിലർ ഓർഡർ ചെയ്ത. അവക്കാടോ. ഓ നല്ല വലിയ തേങ്ങയാണല്ലോ, മുട്ട തേങ്ങയാണല്ലോ. ഇത് നല്ല വെള്ളം ഉണ്ടാവും ഇതിനകത്ത്. ഒരെണ്ണം പൊട്ടിച്ച് കഴിക്കുകയും ചെയ്തു പുള്ളി. അതൊക്കെ കഴിക്കും. നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചാലോ? ഒരു തേങ്ങ കിട്ടുമോ? നമുക്ക് കഴിക്കാം. അത് ഇതൊന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല തേങ്ങ കിട്ടും അല്ലേ? Okay. So which one is you're going to put 30 there, going to leave the rest? Okay, when we come we take it. Yeah. Okay. Kappa can go up to 25 feet tall. ഞാൻ ഈ വണ്ണമുള്ള കപ്പ ഉണ്ട്, തടിയുണ്ട്. Same thing ചേന. You remember that ചേന എന്നതായിരുന്നു അമ്മല്ലേ ഒരു വീഡിയോ വന്നില്ലേ? അയ്യോ ഭയങ്കര ചേന നമ്മൾ പറിക്കാതെ സെയിം തിങ് വെച്ചോണ്ടിരുന്നപ്പോൾ ചേനയ്ക്ക് ഇച്ചിരി ഷെയ്ഡും കൂടെ കൊടുക്കാമെങ്കിൽ ചേന വിൽ ഗ്രോ ലൈക്ക് മേ ബി 10-15 feet 20 feet tall ഈസിലി. ഇവിടെ ഉണ്ടായിരുന്ന ചിലതൊക്കെ മരത്തിന്റെ ഇടയ്ക്ക് നിന്നിട്ട് കയറി പോകുന്നത്. കപ്പ ഞാൻ ഇവിടെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കാണിക്കാം. കപ്പ അങ്ങ് പോയിരിക്കുവോ. നമ്മുടെ തേയില അതേപോലെ തേയില ചെടി അങ്ങ് വളർന്ന വലിയ മരമാവുമല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെ വളർത്താത്തതുകൊണ്ട് സർവ്വസുഗന്ധിയാണ്. ആണോ? നല്ല മണമായിരിക്കും. ഇതിവിടെ കാട് പോലെയാ പോലെ എന്നാ അറിയാം. കുരു വീഴുന്നിടം മുഴുവൻ കിളുത്ത് വരുന്നു, പറമ്പ് മുഴുവൻ. എന്നിട്ട് നമ്മള് എന്റെ കയ്യിലൊക്കെ ഓൾറെഡി കൊതുക് കടിച്ചു. ഇവിടെ ഞാൻ അതുകൊണ്ട് ഇന്ന് പാന്റ് ഇട്ടിട്ട് വന്നത്. അല്ലേ സ്പ്രേ തരുമായിരുന്നല്ലോ. കുഴപ്പമില്ല, ഞങ്ങള് സ്പ്രേ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞത് അല്ല തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് കരീബിയൻ യാത്രകളിൽ കരീബിയൻ രാജ്യങ്ങളിലെ മറ്റേ കൊതുക് പോലത്തെ സാധനങ്ങളൊക്കെ കടിച്ച് എൻ്റെ കൈയും കാലും എല്ലാം ഇങ്ങനെ ഇഞ്ചേർഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ മൊത്തത്തിൽ. ഇനി നാട്ടിൽ പോയിട്ട് വേണം റിജുവിനേഷൻ ചെയ്യാനായിട്ട്. ഞാൻ ചോദിച്ചതേ ചേച്ചി, ഇവിടെ ഈ തേങ്ങയൊക്കെ കച്ചവടം ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല? കാരണം ഇത്രയും തേങ്ങ വീഴുന്നല്ലേ താഴെ. ഞാനൊരു കാര്യം പറയാം, മലയാളികൾക്കൊക്കെ ഇവിടുത്തെ അമേരിക്കൻസ് ആരും തേങ്ങ കഴിക്കില്ല. തേങ്ങ കഴിക്കുന്ന നമ്മുടെ കേരളക്കാരാണ്. ഈവൻ നോർത്ത് ഇന്ത്യ പോലും തേങ്ങ കുറവല്ലേ. അപ്പം ഇവിടെ ഈ വീക്കെൻഡ് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലായിടത്തും ഈ പിന്നെ ആൾക്കാരുടെ തേങ്ങ വെട്ടി അവർ പണിക്കാർ വെട്ടിയിട്ട് റോഡിന്റെ സൈഡിൽ വെക്കും. അങ്ങനെ വെക്കുന്ന ആൾക്കാർ പോയി വണ്ടിയും കൊണ്ട് പോയി ഇതെടുത്തോണ്ട് അവരങ്ങ് പോകും. കരിക്ക് നമ്മൾ വിൽക്കും. കരിക്ക് ഇവിടെ 5000-10,000 ഒക്കെ കരിക്ക് വിൽക്കുന്ന ടൈമുണ്ട്. നമുക്ക് അത്രയും തെങ്ങുണ്ട്. പക്ഷെ അത് ഒരു സീസണിൽ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. എന്നാന്നറിയാം, വിന്റർ വരുമ്പോ ആരും കരിക്കും വെള്ളം മേടിക്കുന്നില്ല. സമ്മറിൽ കരിക്ക് മുഴുവൻ പിടിച്ചു പറിച്ച് മേടിച്ചോണ്ട് പോകും. വിന്റർ അതുകൊണ്ടാണ് നമുക്ക് തേങ്ങ പൊഴിഞ്ഞു പോകുന്നത്. ഞാനിവിടെ വരുമ്പോ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കൊമേഴ്ഷ്യൽ ഫാം ആണെന്നാണേ. പക്ഷെ പുള്ളിക്കാരി ഇത് കംപ്ലീറ്റ് ഒരു പാഷന്റെ പുറകില് ഇങ്ങനെ. എനിക്ക് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പറമ്പില്ലേ. അപ്പോൾ പുള്ളിക്കാർ അമേരിക്ക വന്ന് 50 വർഷം ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പറമ്പൊക്കെ മിസ് ചെയ്തപ്പോഴത്തേക്കിനും സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങിച്ച് പറമ്പൊക്കെ സെറ്റാക്കി. നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെയുള്ള വീട്ടിൻ്റെ പുറകിലൊക്കെ ഉള്ള പറമ്പിൽ കാട് പിടിച്ച് കിടക്കുന്ന പോലെ കാട് പിടിച്ച് കിടക്കുന്നു. അവിടെ ഇവിടെ കുറേ ചെടികളും മരങ്ങളും അതിൽ നിന്ന് ഓരോന്നൊക്കെ ഉണ്ടാവുന്നു. ചേന, കാച്ചില, കപ്പ, മരച്ചീനി എല്ലാ കുന്തമുണ്ട്. ഇത് കണ്ടോ ഈ തെങ്ങേ? ഈ തെങ്ങൊരു സ്പെഷ്യൽ തെങ്ങ. ഈ തെങ്ങിന്റെ ചോട്ടിലെ നിങ്ങൾ ആയിരക്കണക്കിന് തേങ്ങ ചോട്ടിൽ കിടക്കുന്നത്. അങ്ങോട്ട് മണ്ടയിലോട്ട് ഇങ്ങോട്ട് മാറുന്നോട്ട് ഉണങ്ങിപ്പോയി. ഇപ്പം ഉണങ്ങി. എന്നാലും ഞാൻ പറഞ്ഞ ഒരു കൊലയിൽ എത്രമാത്രം വെച്ചാ കിടക്കുന്നത് നോക്കിക്കേ. അത്ര ഉണ്ടാവുന്നുണ്ടല്ലേ? അതുപോലെ തേങ്ങ ഇവിടെ ഉണ്ടാകും. പക്ഷേ നമുക്ക് അതിനൊന്നും ചെലവില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇതിന് നിങ്ങൾ ഈ വളമിടുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഇല്ല നമുക്കൊന്നുമില്ല. ഇവിടെ വളമൊന്നുമില്ല. അപ്പൊ നല്ല മണ്ണാണോ? മൾച്ചിങ് മാത്രമേ. മണ്ണില്ല നമുക്ക്. കോറൽ റോക്കാ. കോറൽ റോക്കാണോ? ഇതെല്ലാം ഈ കോറൽ റോക്കിന്റെ മേളിൽ പിടിക്കും. അത് വലിയ മെഷീൻ കൊണ്ടാ കുഴി കുടിക്കുന്നത്. ഇപ്പൊ ഞാൻ പ്ലാവിന്റെ തൈ നട്ടിരിക്കുന്ന അത് വലിയ മെഷീൻ ഉണ്ട് നമുക്ക്. ആ മെഷീൻ വന്നിട്ട് ഇങ്ങനെ വലിയ കുഴികൾ ഉണ്ടാക്കും. കോറൽ റോക്ക് പൊട്ടിക്കും. ശരി. വൺസ് പൊട്ടിച്ച് നമ്മൾ ഈ കുരു നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വേര് കോറൽ റോക്ക് പൊട്ടിച്ച് കയറി. കോറൽ റോക്ക് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം ഫലഭൂയിഷ്ടമാണ് അല്ലേ? അതിനകത്ത് ഇച്ചിരി മണ്ണും മിനറൽസും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഉണ്ടാവുന്നത്. ചക്ക ചക്ക നോക്കിയേ, നല്ല വലിയൊരു ചക്ക. ചക്കയൊക്കെ കൂഴയാണോ വരിക്കയാണോ? കൂഴ, വരിക്ക, 3 സൈസ് എല്ലാം ഉണ്ട്. ഇയാള് നമ്മുടെ കൂടെ വരുമല്ലേ? ഈസ് വെരി ഓൾഡ്. ഏകദേശം ഒരു 12 വയസ്സോളം പ്രായമുണ്ട്. പെങ്കൊച്ചല്ലേ? ഷീയാണ്. ജർമ്മൻ ഷെപ്പേർഡ് അല്ലേ? ജർമ്മൻ ഷെപ്പേർഡ്. അവളുടെ അമ്മ ഈയിടെ ചത്തുപോയി. ആണോ? അമ്പഴങ്ങ കണ്ടോ കൈസ്? അമ്പഴങ്ങ നോക്ക്. തേങ്ങ കിടക്കുന്ന അങ്ങനെയാണ്. എന്റെ ചേച്ചി, നാട്ടിലൊക്കെ തേങ്ങക്ക് എന്നാ വില എന്നറിയാവോ? അതെന്നെ. പക്ഷേ ഇങ്ങനെ ഈ അമേരിക്കയിൽ ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ കളയാതെ വെറുതെ നോക്ക് കണ്ടോ തേങ്ങയൊക്കെ കിടക്കുന്നത്. വെറുതെ കിടക്കുന്നുണ്ടോ? ചേച്ചി, ദിസ് ഈസ് ബാഡ്. എനിക്കിത് കാണുമ്പോ വിഷമാവുന്നു. പക്ഷെ ഇപ്പൊ എന്നാ ചെയ്യുന്നേ?
അത് ശരിയാ. ഇരുമ്പമ്പുളി പത്രോട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇരുമ്പമ്പുളി. ചപ്പിക്കുടിക്കുന്ന മാങ്ങ. ആ നാടൻ മാങ്ങ. അത് ഞാൻ ഫ്രീസറിനകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം. അടിപൊളി. ഏതാ അത്? ഇതോ ഈ മരങ്ങളൊക്കെ അതാ. അത് ശരി. ഓക്കെ. ഇതാണ് മുട്ടപ്പുഴ പഴുത്ത് വീഴാൻ തുടങ്ങി. നൈസ് നൈസ് നൈസ്. ഇത് നാരങ്ങ. അതാ ഇത് അമ്പഴങ്ങ അല്ല? അമ്പഴങ്ങയാണോ നാരങ്ങയാണോ? അമ്പഴങ്ങ. ഇത് അമ്പഴങ്ങ. ഇത് ഒലീവാ. ഇത് ഒലീവ് മരം. ആഹാ. അമ്പഴങ്ങ. അമ്പഴങ്ങ വേറെ ഉണ്ടെന്നേ, ഒരു കൊലയായിട്ട് കിടക്കുന്നിടത്ത്. അമ്പഴങ്ങ എടുത്ത് നല്ല അച്ചാർ ഉണ്ടാക്കാം. എന്ത് സാധനം? ചെറിയാണോ? അല്ലല്ലോ. അല്ലെന്നേ, ഗവർണേഴ്സ് പ്ലം. അത് ലെവലോലിക്ക സെയിം തിങ് ആണ്, പക്ഷെ അതിന്റെ മധുരമുള്ള വെറൈറ്റി. ഗവർണേഴ്സ് പ്ലം എന്നാണ് ഇവിടെ പറയുന്നത്. നാട്ടിൽ എന്നാ പേര് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് നല്ല മെറൂണിഷ് കളറുള്ളത്. ഇത് നല്ലപോലെ പഴുത്തെങ്കിൽ ഇത് ഇങ്ങനെ എന്റെ മുഖത്തോട് നോക്കി. ആ, ഇത് ശരിക്കും ലുബിക്ക പോലെ തന്നെ ഉണ്ട്. അതെ അതെ, സെയിം ആണ്, പക്ഷെ മധുരമാ. ഇത് കണ്ടോ, ഞാൻ കാണിക്കാം. ഇത് കണ്ടോ? ലുബിക്ക തന്നെ, പക്ഷെ മധുരം. ഇതിപ്പോ ലുബിക്ക ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും നോക്കാല്ലായിരുന്നു. ഞാൻ ഇതെല്ലാം കൂടെ പറിച്ച് കഴിച്ചേനെ ഞാൻ കുറെ മധുരമല്ലേ. എനിക്ക് പുളിയാ ഇഷ്ടം. എനിക്ക് ലുബിക്ക ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പച്ചമാങ്ങ, പിന്നെ പുളി, പിന്നെ പച്ചപ്പുളി, ഈ പുളി, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ വെറുതെ കഴിക്കും. ഏറ്റവും ഇഷ്ടമുള്ളതാണ് മധുരമുള്ളത്. അതല്ലേ. ഇതിന്റെ പച്ച എടുത്താ ഈ പുളിയാട്ടോ, ലുബിക്കയുടെ ടേസ്റ്റാ. പച്ച കമർപ്പുണ്ട്. ചെറുതായിട്ട് ബ്ലൂസ് പല്ലുണ്ടോ? മുഴുത്ത പല്ലുണ്ടോ? ഇതെന്താ സാധനം? സിനമൺ ആപ്പിളാ, പക്ഷെ ഇതങ്ങ് തീർന്നുകൊണ്ട് ലാസ്റ്റ് ഫ്രൂട്ട് ആയതുകൊണ്ട് വലിപ്പമില്ല. അമ്മമാരുടെ കൈക്ക് കുഴപ്പമില്ലെന്നാ പറയുന്നത്. അവിടെ നില്ല. ഇത് കൊള്ളാലോ. ഇത് നമ്മുടെ നാട്ടിലെ ആത്തപ്പഴം, ആത്തച്ചക്ക പോലെ അല്ലല്ലേ? ആത്തച്ചക്ക പോലെ അല്ലെങ്കിൽ നമ്മുടെ സപ്പോട്ട. ഞാൻ അകത്തെ തിന്നാന്ന് കേട്ടോ, നിങ്ങൾക്ക് എളുപ്പത്തിന് എങ്ങനെ തന്നു. ഒരു തായ്ലൻഡ് ടേസ്റ്റ്. ഇതാ മരം വാളംപുളി. ഇംലി എന്ന് പറയുന്ന സാധനം. ഇത് പിഞ്ച. ഇത് ശരിക്കും ഉണ്ടല്ലോ, പണ്ട് എനിക്ക് ഇതിന്റെ പുളിയുള്ള സാധനം ഉണ്ടല്ലോ, പുളിയെല്ലാം ഇഷ്ടമായോണ്ട് പറിച്ചു തന്നു. ഇതിങ്ങനെ പൊട്ടിക്കും മേളില്. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിന് പൊട്ടിക്കും. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു ഇച്ചിരി മുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടും. ഒരു ശക്കലും ഒരു തുള്ളി വെള്ളം ഒഴിക്കും. തുള്ളി വെള്ളം ഒഴിക്കും. എന്നിട്ട് പുളിയുള്ള സാധനം, പഴുത്തതല്ല പുളിയുള്ളത്. അതായത് പുളി ഉണങ്ങി കഴിയുമ്പോൾ, ഇത് ഉണങ്ങി കഴിയുമ്പം ഇത് പൊട്ടിക്കാമല്ലോ തോട്. എന്നിട്ട് അതിനകത്തോട്ട് ഇറുക്കിലിട്ടിട്ട് തോണ്ടി എടുത്ത് കഴിക്കും. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തോണ്ടിരുന്ന പരിപാടിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. വെറ്റില മുറുക്കണോ? വെറ്റില. പക്ഷെ അത് ഇതല്ല കേട്ടോ, ഇതിന് തോടുള്ളതുണ്ടല്ലോ. ഇതിപ്പോ തോടില്ലല്ലോ. ഇത് പിഞ്ച. തോടുള്ള പൊടിയില്ലേ? തോടാകും. അങ്ങനെ ആവുമല്ലേ? അപ്പൊ ഇത് തന്നെ തോടാകും, പക്ഷെ ഇത് ഇത് മധുരമുള്ളതാ. ലോല ആന്റിയുടെ പറമ്പിലെ മയില്. അടിപൊളി. അമ്പഴങ്ങ കഴിച്ചു നിൽക്കുന്ന കണ്ടോ. എന്റെ ദൈവം, ഇതെല്ലാം മൂത്തല്ലോ ഇല്ലേ? മൂത്തോ? മൂത്തു. എന്റെ ദൈവമേ, ഇത് എന്തോരം അമ്പഴങ്ങയാണ് നിൽക്കണേ. ഇലാമപ്പഴം. മറ്റേ പടത്തെ സിനിമയില് മോഹൻലാല് പറയുന്നത് പഴം എന്നാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇത് പിന്നെ ആത്തയുടെ ഫാമിലിയാ. ഇത് ഇലാമ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ചെമ്പരത്തിയാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. മുട്ടയെമ്പരത്തി. ഇലാമപ്പഴം അല്ലേ? ഇലാമപ്പഴം. പിന്നെ ചേമ്പുണ്ട്. പിന്നെ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര വലിയ മരമാവും കേട്ടോ ഇത്, അല്ലേ? അതല്ല ഈ വെറൈറ്റി. ഇത് മരമാവത്തില്ല. ഭയങ്കര രസമാട്ടോ. എന്തോ അടിപൊളിയാണ്. ഇത് ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. ഇതെന്താ സാധനം? ഇത് നോനി എന്ന് പറഞ്ഞാല്? അയ്യോ, ഇത് നോനിയെ പറ്റി അറിയത്തില്ലേ? നോനിയാണല്ലോ എന്നാ ലോകത്തിലെ ഏറ്റവും വലിയ മെഡിസിൻ. ഇതോ? ഓക്കെ. ഫ്രൂട്ട് ആണോ? ഇപ്പൊ കാണിക്കാം. പെയിൻ ഉണ്ടെങ്കിലും ഇപ്പം കളഞ്ഞു തരാം. ആണോ? ഓക്കെ. ഇത് പക്ഷേ ഇപ്പൊ വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്യാം. ഇതൊന്നും മണത്തെ മണം. ഓക്കെ. എന്ത് മണ? പക്ഷേ നമ്മള് എപ്പോഴും ഓർത്തോണം, ഏറ്റവും ചീത്ത സാധനമാണ് ഏറ്റവും ഗുണമുള്ളത്. ഏറ്റവും നമുക്ക് മണത്തിട്ടും രുചിച്ചിട്ടും. നമ്മൾ കഷായം എന്ന് പറയത്തില്ലേ, കഷായത്തിന് എന്തെങ്കിലും ഒരു ടേസ്റ്റും ഇല്ലാത്ത അവക്കാഡോ എന്ത് ഗുണമാ? അവക്കാഡോക്ക് ടേസ്റ്റിൽ നിന്ന്
ദാറ്റ്സ് ബിക്കോസ് യു ഡിഡ്ന്റ് ഗ്രോ അപ്പ് വിത്ത് ഇറ്റ്. മേ ബി നമ്മള് ചക്കപ്പഴം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഓടുന്ന ആൾക്കാരുണ്ടല്ലേ, ശരിയാ. അതെ, ആ സെയിം തിങ്ങിലോ എനിക്കിപ്പോ അവക്കാടോ എന്ന് പറഞ്ഞാൽ എന്റെ വായിൽ ഇങ്ങനെ നമ്മള് പറയല്ലേ അത്രയും വരും. അതായത് ആ നെയ് ടേസ്റ്റും എല്ലാം നമ്മളവിടെ ഇപ്പോഴാണ് അവക്കാടോ കിട്ടി തുടങ്ങിയത്. പീലി പകുതിയേ ആയുള്ളൂ. അറിയാമോ, പീലി പൊഴിച്ചു കളയും എല്ലാ വർഷവും. ആണോ? പൊഴിച്ചു കളഞ്ഞിട്ട് പിന്നെ അവര് മേറ്റിംഗ് സീസണിൽ വീണ്ടും അതായത് ജൂണിൽ അവരുടെ മേറ്റിംഗ് സീസൺ തീരും. ജൂണിൽ തീർന്നു കഴിയുമ്പം ഇവരുടെ വാല് മുഴുവൻ പൊഴിക്കും ഇവര്. എന്നിട്ട് പുതിയ വാല് ഭംഗിയുള്ളത് വീണ്ടും വരും. അപ്പൊ ഇപ്പൊ പകുതിയേ ആയുള്ളൂ പുള്ളിക്ക്. ഇപ്പൊ നവംബറിലായല്ലോ, ഡിസംബർ ജാനുവരി ആകുമ്പോ ഫുള്ളി വരും. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി മയിലുകളുണ്ടോ നിങ്ങളുടെ ഇതിനകത്ത്? 100 കാണും. അവന്റെ പകുതി പാലേ ആയുള്ളൂ. അവനവിടെ പെണ്ണുങ്ങളുണ്ടാ. അവിടെ പെണ്ണുങ്ങളുണ്ടെന്നേ, അവിടെ പെണ്ണുങ്ങൾ. നമ്മളും പെണ്ണുങ്ങൾ. പക്ഷെ നമ്മളെ കൂട്ടത്തിലും ഉണ്ടല്ലോ ലോറാൻഡി ഉണ്ടല്ലോ പെണ്ണായിട്ട്, ഇല്ലേ? എടാ ഇവിടെ നോക്കടാ, ഇവിടെ നോക്കടാ, എടാ ഇവിടെ നോക്കടാ, കുണുങ്ങി പോവാ. അതാ അവിടെ പെണ്ണ് അപ്പുറത്ത് നിൽപ്പുണ്ടതാ, അവളെ നോക്കിയാ പോകുന്ന കണ്ടോ. നിങ്ങളെല്ലാം വിചാരിക്കുന്ന മഴ വരുമ്പോഴാണ്, അങ്ങനെയല്ല. ഇവര് ഇണയെ അട്രാക്ട് ചെയ്യാൻ അതിന് മാത്രമേ അവര് ഡാൻസ് ചെയ്യും. രണ്ടും കൂടെ അങ്ങോട്ട് ഓടുവാ. അത് നിങ്ങളെ കണ്ടോ, അവിടെ ഉണ്ടെന്ന് ഇഷ്ടംപോലെ ഉണ്ട് അവര്. എവിടെ എവിടെ? ഇവിടെ മൊത്തം മയില്. എന്റെ അമ്മ, ചേച്ചിയുടെ മയിലിനെ വളർത്തുന്നുണ്ടോ? കോഴി കിടക്കുന്ന പോലാണല്ലോ മയിൽ നടക്കുന്നേ. അവിടെ അകത്ത് വമ്പം പരിപാടികളോ കേട്ടോ. മയിലിറച്ചിയോ? ശരി. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അകത്ത് കിടക്കും മയിലിനെ വെടിവെച്ച് കഴിഞ്ഞാല്. ഇവിടെ പറ്റുമല്ലോ, നമ്മുടെ ദേശീയ പക്ഷിയാണല്ലോ. നമ്മുടെ ദേശീയ പക്ഷി. എവിടെ കാട്ടുപോക്കി? ഇതോ ചെറുതോ? ചുമ്മാ കഴിക്കാൻ പറ്റും? എന്റെ മോന്റെ ഫേവറേറ്റ് ആ. ഓക്കെ, അതല്ല ഇറ്റ്സ് ടേസ്റ്റി. യാ ഇറ്റ് ഈസ്. ഇന്ന് ലഞ്ച് കഴിക്കണ്ട. ഇന്ന് ഇപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും വയറൊക്കെ നിറയും. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങള് ഫോൾ സീസണിലാ വന്ന, അന്നേരം ഒന്നും ഇല്ലാത്ത സീസണിലാ നിങ്ങൾ പറഞ്ഞത്. എന്റെ പരിപാടി അവിടെ കല്ലാന്നേ. കപ്പ ഉറക്കിയാണോ? കപ്പ ഉറക്കിയാന്ന് തോന്നുന്നു. ഇത് ഓറഞ്ച് അല്ലേ? പുളിയുള്ളതാ? ആണോ? ഓ, ഇതപ്പം നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റില്ല. കഴിക്കണമെങ്കിൽ കട്ടുപുളിയാ. ആണോ? അത് ശരിയാ. കുക്കിംഗ് എന്ന് പറയുമ്പോ ഇത് എന്ത് നാരങ്ങയ്ക്ക് പകരം ഉപയോഗിക്കും അതോ ഇല്ല? ഇത് മുഴുവൻ പ്രൈവറ്റ് ഷെഫ്മാരാ വാങ്ങിക്കുന്നത്. നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഷെഫ്മാരാ വാങ്ങിക്കുന്നത്. മയാമിയിലെ എക്സ്ക്ലൂസീവ് ഷെഫ്മാരുടെ അവിടെ ചെന്ന് കഴിയുമ്പോ അവരുടെ കുക്കിങ്ങിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ, എന്റെ സാധനങ്ങൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ പോകുന്ന അവക്കാഡോ പോകും ഇവിടുന്ന്. അവക്കാഡോ പോകും. ഇത് കൊളംബിയയിൽ നിന്ന് കൊണ്ടുവന്ന, ഇത് കൊളംബിയൻസ്. എനിക്ക് വലിയ മരപിടി ഉണ്ടായിരുന്നു, ഇപ്പൊ കരിഞ്ഞു പോയി. ഇതിന് ഓസ്ട്രേലിയൻ ഫിംഗർ ലൈം എന്നാ ഇതിന് പറയുന്നത്. ഓസ്ട്രേലിയൻ ഫിംഗർ ലൈം. ഫിംഗർ ലൈം എന്ന് പറഞ്ഞാൽ കോവയ്ക്ക പോലെ നീളത്തിലാണ് ഫ്രൂട്ട് ഇരിക്കുന്നത്. അത് ഗൂഗിൾ ചെയ്താൽ കാണാം. അത് കണ്ടിച്ചു കഴിയുമ്പം അതിനകത്ത് കുരുവില്ല, ഇങ്ങനെ ഫിഷിന്റെ മുട്ട പോലെ. കാവിയാർ ലൈം എന്ന് പറയും. ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ പിരിപിരിപ്പിരാന്ന്. പണ്ട് ഇവിടെ വലിയ മരം ഉണ്ടായിരുന്നു, ആൾക്കാർ വന്ന് എൻജോയ് ചെയ്തോണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. ആത്തമരോ ആത്തക്കൊക്കെ നിൽക്കുന്നത് കണ്ടോ? കോഴി ഓടുന്ന പോലെ മയിൽ ഓടുന്നത്. എന്തുവാ ഇത്? അപ്പൊ നിങ്ങൾ ഇതിനെ എങ്ങനെ വെടിവെച്ചിടുവോ? അതെ അതെ, അല്ല പിടിക്കാൻ പറ്റില്ലല്ലോ. കളിപ്പിച്ചൊക്കെ പിടിക്കാം, പക്ഷെ വെടിവെച്ചാണ്. ഇതിനെ എങ്ങനെ കുക്ക് ചെയ്യും? ഏത് രീതിയിൽ കുക്ക് ചെയ്യും? നമ്മളെ കോഴിയൊക്കെ കറി വെക്കുന്ന പോലെ തന്നെ. ശരി. അങ്ങനെ ടർക്കിയുടെ പോലത്തെ മീറ്റ് ആണോ കോഴിയുടെ പോലത്തെ മീറ്റ് ആണോ? കോഴിയുടെ മീറ്റും അല്ല, ടർക്കിയുടെ മീറ്റും അല്ല. സോഫ്റ്റ് ആണോ? അല്ല, ഇവിടുത്തെ വൈൽഡ്, ഇവർക്ക് ആകാശത്തിൽ കൂടെ പറക്കാൻ പറ്റും. മീറ്റ് ടഫാ. ഓ, അത് ശരി. ഓക്കെ. ഇതിന്റെ പേരെന്താ? പേര് എനിക്കറിയത്തില്ല. 12 മാസവും പൂ ഉണ്ടാവുന്ന ഏത് സമയത്തും ഇത്തരത്തിൽ പൂ ഉണ്ടായി നിൽക്കുന്ന ഒരിക്കലും പൂ നിൽക്കിയല്ലോ, ഒരിക്കലും. ആണല്ലേ? നല്ല ഭംഗിയുണ്ടേ. പൂ ഒടിച്ചു കുത്തിയാൽ അത് കിളുത്ത് വരും. പൂ ഒടിച്ചു കുത്തിയാലോ? ഈ തണ്ട് ഇങ്ങനെ എടുത്താലോ? അല്ല, അങ്ങനെയല്ല. പൂ ഒടിച്ചിട്ട് അങ്ങനെ കുത്തിയാൽ അത് ഇങ്ങനെ കിളുത്ത് വരും. ഇതോ? വാവ്. ഓക്കെ. അപ്പൊ ഇവിടെ താഴെ ഇഷ്ടം പോലെ തൈ ഉണ്ടാവുമല്ലോ? അല്ല, കായ ഉണ്ടാകും അതിന്. പക്ഷേ അതിലും കൂടുതൽ അതിന്റെ വേരേന്ന് കിളുക്കും, തണ്ടേന്ന് കിളുക്കും, എല്ലാ തരത്തിലും ഉണ്ടാകും. ആ കാണുന്നത് കൊക്കോ ആണോ? അല്ലല്ലോ. അല്ല, മമ്മയെ സപ്പോർട്ടേ. എന്താ? മമ്മയെ. ഓക്കെ. മമ്മയെ സപ്പോർട്ടേ. ഇതെന്ത് സാധനം ഇത്? ഇതാണ് പാനമേനിയൻ കാൻഡിൽ സ്റ്റിക് ട്രീ. കാൻഡിൽ സ്റ്റിക് ട്രീ. ഇത് ഈ ഫ്രൂട്ട് ഇത് അവര് കുക്ക് ചെയ്ത് കഴിക്കും അവിടുത്തെ ആൾക്കാരെ. ഇതോ? നമ്മള് കണ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം പറിക്കാം. ഇത് സുക്കിനി പോലെ ഉണ്ടല്ലേ? ഇഷ്ടപ്പെടുവോന്ന് എനിക്കറിയത്തില്ല. യു ട്രൈ ഇറ്റ്. കരിമ്പ് പോലാണോ ഇരിക്കുന്നത്? ഇച്ചിരി മധുരം, കയ്പോ പുളിയോ എന്തൊക്കെയോ വാട്ടവർ.
you probably won't like it. അതായത് പറഞ്ഞ ചിലർക്ക് ഭയങ്കര ക്രൈസാ, അവർ ചൂ ചെയ്തുകൊണ്ട് നടക്കും, പറപ്പ് മുഴുവൻ നടക്കുമ്പോൾ. ചിലർക്ക് അത് കടിച്ചു കഴിയുമ്പോഴേ അവർ തുപ്പിക്കളയും. It all depends on each person's taste. പക്ഷെ കരിമ്പിന്റെ ടെക്സ്ചർ ഉണ്ട്. ഇത് അവര് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ ഒരു ഫ്രൂട്ട് $1 വിൽക്കും. അവര് $3 എന്നോട് മേടിക്കുന്ന ബ്രോക്കർ $3 വിൽക്കും. അവർക്ക് കിട്ടുമ്പോഴത്തേക്കും പിന്നെ ഇത് നമ്മൾ നിറച്ച്, ഇതിന്റെ ഭംഗി എന്നാന്നറിയാമോ, എലുമ്പിക്ക കായ്ച്ചു കിടക്കുന്ന പോലെ ഈ തണ്ടേ കൂടെ ഇത് നിറച്ചുണ്ടാകുന്ന ഇപ്പം സിംഗിൾ തടിയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളാ. ഞാൻ 20 years മുമ്പ് കേരളത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ടായി വന്നത്. പക്ഷെ ആരും എന്റെ പേരൊന്നും പറയേല. പനാമയിൽ നിന്നുള്ളതാണല്ലേ? പനമേനിയൻ കാൻഡിൽ സ്റ്റിക്ക് ട്രീ. മധുരമുള്ള പുളി അല്ലേ? മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്. പുളി എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിന്. ഇർമ വന്നപ്പം കരിഞ്ഞു പോയ നെല്ലിയാ നിൽക്കുന്നത്, ആ കോലായിട്ട് ഉണങ്ങി നിൽക്കുന്ന. ഓക്കെ, ഇർമ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റാണ്. ആ ചുഴലിക്കാറ്റ് അടിച്ച സമയത്ത് ഇവിടെ കുറെ കൃഷിനാശം സംഭവിച്ചായിരുന്നു. കൊടുങ്കാറ്റ് 2017. അതുകൊണ്ട് ആ നെല്ലിയാ ഉണങ്ങി നിൽക്കുന്ന നെല്ലിയാ. ശരി, എനിക്ക് അല്ല പുളിമധുരവാ. മധുരവാ. പക്ഷെ നമ്മുടെ സാധനങ്ങളും മധുരമായിട്ട് ഇറങ്ങിക്കോളും. പുളിക്ക് പുളി വേണ്ടേ? കട്ടും മഞ്ഞയായിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ്. കടും മഞ്ഞ. ഇത് എന്താ ആന്റി? ഇത് അത് ഹോഗ് പ്ലം എന്ന് പറയും. ഹോഗ് പ്ലം. ഓക്കെ. സോ ഗുഡ് അല്ലേ? സോ ഗുഡ്. യാ, ഇറ്റ്സ് സോ യമ്മി. അടിപൊളിയാണല്ലോ. ഓ വാവ്. ഹോഗ് പ്ലം അല്ലേ? ഹോഗ് പ്ലം. Huh? You said there is some, right? ഇനി അതിന് സ്ട്രോ വേണോ? ഇത് സ്ട്രോ ആണ് വരുന്നത് കേട്ടോ, നോക്കിയേ. സ്ട്രോ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് പോയിട്ട് സ്ട്രോ വരുന്ന കണ്ടോ? എന്നാ വേണം ഇനി? ഓർഗാനിക് സ്ട്രോ. ഞാനിവിടെ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാല്ലാന്ന്. കണ്ടോ, അത് പൊളിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ട് കരിക്ക് വെട്ടിയിട്ട് മറ്റേ ഓമത്തണ്ട് എടുത്തിട്ട് സ്ട്രോ ആയിട്ട് കൊണ്ട് തന്നു. കണ്ട, ഇച്ചിരി കറയുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. അല്ല, അത് ഗുഡ് കറിയാ. ഓമയ്ക്കയുടെ കറി ഈസ് ഗുഡ് ഫോർ യു. ആ കരിക്ക് വിത്ത് ഓമത്തണ്ട് ഫ്ലേവറിലാണ് ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത്. അതെ, ഓമത്തണ്ടിന്റെ ഫ്ലേവർ ഒക്കെ 1 സെക്കൻഡ് കൊണ്ട് പോകും. ഇറച്ചിക്കകത്തൊക്കെ മീറ്റ് ടെൻഡറൈസർ എന്നാന്നറിയാമോ? മീറ്റ് ടെൻഡറൈസർ പിന്നെ ഓമയാ. സോറ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതെടുത്ത് അതിലുണ്ട്. ഇത് കൈ പിടിക്കുമ്പോ തന്നെ എന്നെ പല്ല് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇത് അവര് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന, ഇത് കൊളംബിയയിൽ നിന്ന് കൊണ്ടുവന്ന. ഇത് എന്റെ ബ്രെയിനിന്റെ മെഡുല്ല ഒബ്ലോങ്കട്ട വരെ പുളിച്ച്, അത്രക്ക് പുളി. ഇതും പുളിയാ അതുപോലെ. ഇതോ മതി, എനിക്കിനി പുളി വേണ്ട. അയ്യോ, എന്നോട് പറഞ്ഞറിയോ വന്നപ്പോ എനിക്ക് പുളി മതി എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ആദ്യമായിട്ട് മയിലിറച്ചി കഴിക്കാൻ പോവാണ്. ആന്റി ഉണ്ടാക്കിയ മയിലിറച്ചി അകത്തുണ്ടായ ഇടിയിറച്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കഴിച്ചോ? ഇത് നമ്മൾ ഇടിയിറച്ചി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? ഞങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ചിക്കനെക്കാട്ടി കുറച്ചും കൂടെ റബ്ബറി അല്ലേ? നിങ്ങള് ചിക്കൻ, നമ്മുടെ ചിക്കൻ ഇപ്പൊ നിങ്ങളെ എന്നാ പറഞ്ഞേ? അല്ല, ഇത് കഴിച്ചിട്ട് പേലി വിടർത്തി ആടരുതെന്ന്. ഓ, അത് ശരി. കൊള്ളാട്ടോ, അടിപൊളി. ഇവിടെ ഒരു പുള്ളി കൊടുത്തുകാരൻ, ഒരു സായിപ്പ് വന്നിട്ട് ഇവിടെ ചക്ക പറിച്ച് കൊണ്ടുപോവാണ്. പുള്ളിക്ക് എന്തോ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം ചക്ക പറിച്ച് ഇവിടെ കച്ചവടമാണ്. ചക്കയൊക്കെ തൂക്കി കിലോ കണക്കിനാണ് വിൽപ്പനയും പരിപാടികളൊക്കെ. അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. കണ്ടില്ലേ എന്താല്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ ഇവിടെ നടക്കും. ഇവർ ഈ കാണുന്ന ബഗ്ഗിയിൽ പോയിട്ട് എടുത്തിട്ട് വന്നായിരിക്കും. ഇവിടെ ലോറ ആൻറ്റിയുടെ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് വരാനായിട്ട് $40 $40 പെർ ഹെഡ് കൊടുക്കേണ്ടത്. ഞങ്ങളും $40 ഈച്ചാണ് കൊടുത്തത്. നമ്മൾ ഇവിടെ ചക്ക വാങ്ങിച്ചു. ഇവിടെ നല്ല പഴുത്ത ചക്ക കണ്ടോ? പഴുത്ത ചക്ക പൊതിഞ്ഞെടുത്തിട്ട് കവറിലിട്ട് തരുന്നുണ്ട്.
13 കിലോ ഉണ്ട് ആ ചക്ക. 13 കിലോ. പക്ഷേ 13 കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് പഴുത്തിരിക്കായിരിക്കും, പുഴുത്തിരിക്കായിരിക്കും അല്ലേ? അങ്ങനല്ലേ? ഒരു ചക്ക $40. നമ്മുടെ നാട്ടിൽ പഴുത്ത ചക്ക അവിടെ താഴെ വീണ് അളിഞ്ഞു വീണ് പോയി കിടക്കും, ആരും എടുക്കൂല പലരും. നാട്ടിൽ നല്ല ബിസിനസ് ആട്ടോ ചക്ക. നാട്ടിൽ നല്ല ബിസിനസ് ആണ് ചക്ക. നാട്ടിൽ ഇപ്പൊ ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ട് ചക്ക. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക്, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചക്ക പോകുന്നുണ്ട്. നാട്ടിൽ ഇപ്പൊ ചക്ക പിടിക്കുമ്പോ തന്നെ ഭയങ്കരമായിട്ട്. ശ്രീലങ്കക്കാരുടെ നിങ്ങൾ ഇത് മേടിക്കുന്നെങ്കിൽ ഇതിന് നിങ്ങൾ $52 കൊടുക്കണം. ഓക്കെ. അല്ല ഇപ്പൊ ഈ മുമ്പ് ചക്ക വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ അവര് വേറെ ഹോൾസെയിലേഴ്സാ. ഓ ആ ശരി, അങ്ങനെയുള്ള ആൾക്കാരും പോകും. അവർ $5 വിൽക്കുന്നത്. ഓക്കെ, എന്തായാലും അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോൾ ലോറ ആൻറ്റിയെ കണ്ടതിലും ഇത്ര സമയം ഞങ്ങളോട് ഈ ഫാം മൊത്തം ചുറ്റിക്കറങ്ങി നടന്നതിലും, ഈ പ്രായത്തിലും, പ്രായം പറയുന്നില്ല, ഈ പ്രായത്തിൽ പ്രായം പറഞ്ഞ ഇടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ പ്രായത്തിലും എന്തായാലും യു ആർ എൽഡർ ദാൻ മൈ ഫാദർ. സോ ഈ പ്രായത്തിലും, ഈ ചെറിയ പ്രായത്തിലും ലൈക്ക് മരത്തിന്റെ മേളിലൊക്കെ വലിഞ്ഞു കയറി സ്വന്തമായിട്ട് മരമൊക്കെ വെട്ടി, ഈ പറഞ്ഞ മരമൊന്നുമല്ല, ഗവൺമെന്റ് മരം. അതെ, ഇതെല്ലാം ചെയ്യുന്ന ഇതെല്ലാം ചെയ്യുന്ന ലോറ ആൻറ്റിക്ക് എല്ലാവിധ ആശംസകളും. സോ നല്ല ആരോഗ്യത്തോടെ ഇനിയും ദീർഘകാലം ഈ പറഞ്ഞ പോലെ കൃഷിയൊക്കെ നോക്കി നല്ല വായുവൊക്കെ ശ്വസിച്ച് ഒരിക്കലും കിടക്കാനിട വരരുത്. അത്രേ ഉള്ളു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു ഹഗ് അപ്പൊ ഇനിയും കാണാം. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, എന്റെ കയ്യിൽ പിടിച്ച് നോക്കിക്കേ. ഓ ശരി. ആ കൈയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു അടി കിട്ടിയ പക്ഷെ ഇത് സോഫ്റ്റ് ആണെന്നാ ഞാൻ പറഞ്ഞത്. അല്ലേ? അങ്ങനെ സ്ട്രോങ് ആണല്ലോ. സ്ട്രോങ്ങിനിപ്പോ 50 പൗണ്ട് ഇന്നലെ സൂട്ട് കേസ് ഒക്കെ 50 പൗണ്ട് ഞാൻ ഒരു കയ്യിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ. എന്തായാലും അമേരിക്കയിൽ കൃഷി ചെയ്ത് ഇങ്ങനെ ഒരു കൊച്ചു കേരള ഉണ്ടാക്കിയ പാലക്കാരി ചേച്ചിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സിന്റെ colleague ആയിരുന്നു. co-worker. Appreciate. Thank you so much and thank you so much again. Bye. Thank you so much. Nice to meet you.